കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയില് ദൈവ സാന്നിധ്യം ഉള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദയമായി സംസാരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരുന്ന ദൈവവചനം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. 1 Peter chapter 5 verse 14, the last portion. ക്രിസ്തുവിൽ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ സഭയില് ലേഖനം പഠിച്ചു തീർന്നുള്ളൂ. എൻ്റെ അവസാന വാക്യത്തിന്റെ അവസാന ഭാഗമാണ് വായിച്ചത്. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഒരു ബെസ്റ്റ് വിഷസാണ്. പ്രത്യേകിച്ച് പുതിയ വർഷത്തിലെ ആരംഭ മാസത്തില് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. മുൻപോട്ടുള്ള നാളുകളിൽ എന്തായിരിക്കും. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, ചിലർക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നു അറിയില്ല, ചിലരൊക്കെ വളരെ ബ്ലാങ്കാണ്, ടോട്ടലി ബ്ലാങ്കാണ്, ചിലരൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ദൈവം നമുക്ക് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവിക സമാധാനമാണ്. ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമ ഭാഷ ഷാലോം എന്ന വാക്കാണ്. നമ്മുടെ ശാരീരികം, മാനസികം, ഭൗതികം, ആത്മീകം ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ദൈവം നമുക്കൊരു നല്ല വെൽബീയിങ് ആൻഡ് വെൽഫെയർ നൽകാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഈ ഷാലോം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും അത് വെളിപ്പെടുന്ന ഒരു വിഷയമാണ്. ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, നമ്മുടെ ഭൗതിക മണ്ഡലത്തിലും ശാരീരികമായിട്ടുള്ള വിഷയങ്ങളില്, അതുപോലെ തന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അധികം ഏറി വരുന്ന ഒരു കാലഘട്ടമാണ്. മാനസികമായ മണ്ഡലങ്ങളിൽ ഇവിടൊക്കെ സമാധാനം നൽകുന്ന ഒരു ദൈവത്തിന്റെ ഒരു വിഷയമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് ഹീസ് ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭുവാണ് നമ്മുടെ കർത്താവ്. നാം വായിച്ചു, നാം കേട്ടു. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും സൗഖ്യം തരുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കുവാൻ കാണാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് സമാധാനത്തിനകത്ത് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് സമാധാനം തരുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്നാൽ അങ്ങനെ സമാധാനം എങ്ങനെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും എന്ന് നാം ചിന്തിക്കേണ്ട. നാം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സമാധാനം. യഹൂദന്മാരുടെ ഒരു ഭാഷയാണ് പീസ് ബി അപ്പോൺ യു, നിങ്ങൾക്ക് സമാധാനം, ഷാലോം എന്ന് പറയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവിച്ചു. നമുക്കറിയാം, സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എവിടെ നോക്കിയാൽ അസമാധാനത്തിന്റെ അവസ്ഥ. രാജ്യങ്ങൾ രാജ്യത്തോട് പൊരുതുകയാണ്, ജാതികൾ ജാതികളോട് പൊരുതുകയാണ്, കുടുംബങ്ങളിൽ കലഹങ്ങളാണ്, ഡൊമസ്റ്റിക് വയലൻസ് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ കോൺഫ്ലിക്റ്റിൽ കൂടി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് അറിയുവാൻ കഴിയാതെ സമാധാനം നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന ധാരാളം പേരെക്കാണ്, ഇൻക്ലൂഡിങ് ദൈവമക്കൾ. വണ്ടറിംഗിലായിരിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. എങ്ങനെ ചെന്ന് അവസാനിക്കുന്ന അറിയാതെ ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽ വഴിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, അത് വ്യക്തിപരമായിട്ടാകട്ടെ, അത് നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ സഭയിലാകട്ടെ, അത് നമ്മുടെ സമൂഹത്തിലാകട്ടെ, ആ ദൈവിക സമാധാനം ഈ വർഷം പ്രാപിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എപ്പോഴും ചിന്തിക്കരുത് എല്ലാം സമാധാനപരമായിട്ട് പോകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയമാണ്. എന്നാൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രൈസിസ് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വിഷയമാണ്. അതിലേക്ക് ഓവർകം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപയും ദൈവം നമ്മുടെ മേല് പകരപ്പെടുവാനായിട്ട് ഇടയായി തീരുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സമാധാനത്തിന് ആവശ്യമായിട്ടുള്ളത് വിശ്വാസമാണ്. പത്രോസിന് വളരെ നന്നായിട്ട് അറിയാം എന്താണ് വിശ്വാസം, എങ്ങനെയാണത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത്. കാരണം ഒരിക്കൽ പത്രോസിനോട് അതേ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അക്കരയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു വാഗ്ദത്തമാണ്. അക്കരെ നിന്നെ എത്തിക്കാനുള്ള വാഗ്ദത്തം അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കണം. അത് സമയം മുതൽ
ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിനും ഇടയിലുള്ള സമയമാണ് ഈ ക്രൈസിസ് കടന്നു വരുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്ലാനിന്റെ സെന്റർ എന്നമായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസുകൾ കടന്നു വരാം. ഇവരുടെ ബോട്ടില് ക്രൈസിസ് കടന്നിടയായി തീർന്നു. അവിടെ പടകിനകത്ത് വെള്ളം കയറുവാനിടയായി തീർന്നു. ചുഴലിക്കാറ്റ് അടിച്ചവരുടെ പാടകൾ തകർന്നു പോകുമോ എന്നുള്ള സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. അതിന്റെ മധ്യത്തിലാണ് കർത്താവ് കാറ്റിനെയും കടലെയും ശാന്തമാക്കി. പീസ് ബി സ്റ്റിൽ, പീസ് ബി സ്റ്റിൽ. ദൈവത്തിന് സ്തോത്രം. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിരായിട്ട് അത് ഉയർന്നു വരുന്ന, അത് നമ്മെ മുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന പല കാറ്റുകളും കോളുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. ദൈവദാസന്മാരുടെ ജീവിതത്തിലുണ്ട്, ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. യോനയുടെ ജീവിതത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ കാറ്റുകൾ അടിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തില് അത് ഒരിടത്ത് നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കായിട്ട് അത് പൗലോസിന്റെ ജീവിതത്തിൽ കാറ്റടിക്കുവാനിടയായി തീർന്നു. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാറ്റടിച്ചു. അവിടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ, പരിശോധിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ കാറ്റടിക്കുവാൻ ഇടയായി തീർന്നു. അവർ വിശ്വാസത്തിൽ മുന്നേറി വരുവാനായിട്ട് കാറ്റടിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ കാറ്റടിക്കുന്നത്. എന്നാൽ ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെ. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ജീവിതത്തിൽ പല അത്ഭുതങ്ങളെ കണ്ടവർ, പല വിടുതലുകളെ കണ്ടവർ, പലരുടെ ജീവിതത്തിൽ അനുഭവിച്ചവർ, ഒരു കാലത്ത് എഴുന്നേറ്റ് അത്ഭുതത്തിന്റെ സാക്ഷ്യം പറഞ്ഞവർ ഇന്ന് വിശ്വാസത്തെ നിലനിൽക്കുവാൻ കഴിയാതെ അത് ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽവേളയില് ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയുക. ദൈവത്തിന്റെ സ്തോത്രം. അനേക അത്ഭുതങ്ങളും അനേക അനുഗ്രഹങ്ങളും ജീവിതത്തെ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ താൽക്കാലികമായി കടന്നു വന്ന അത് ജീവിതത്തിന്റെ പ്രതികൂല പ്രതിസന്ധി സാഹചര്യങ്ങളില് അത് നാഥാനങ്ങൾ നശിച്ചുപോയി വിചാരമില്ലയോ എന്ന് പറയുന്നത് പോലെ പല ചോദ്യങ്ങൾ ഉയർത്തുന്ന അവസ്ഥകള്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നന്നായിട്ട് അറിയുന്ന കർത്താവ് എങ്ങനെ നമ്മുടെ ക്രൈസിസിനോട് നാം പ്രതികരിക്കും എന്ന് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന കർത്താവാണ്. അവന്റെ സമയത്ത് അവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അതേ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവരാണ്. ഇവിടെ ആവശ്യം നമ്മുടെ വിശ്വാസമാണ്. അവനാൽ സകലതും സാധ്യമാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നാം നേടുന്ന വിഷയങ്ങളുടെ മുഖത്ത് അതിനെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ വിശ്വാസത്തിൽ നാം എത്രമാത്രം ആയിരിക്കുന്നത് പരിശോധിക്കുവാൻ. ഇല്ല, നാം ദൈവത്തിന്റെ വഴിവിട്ടു പോകുന്നവരാണോ? നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ചില പ്രതികൂല സാഹചര്യങ്ങൾ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കാറുണ്ട്. ഇല്ല, ചില സ്ഥാനങ്ങളിൽ നമ്മെ നിർത്തുവാൻ, ചിലതിനും വിട്ടുവെച്ചെടുത്ത് മറ്റൊരു സ്ഥാനത്ത് നമ്മെ നടുവാൻ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസം നമുക്ക് തിരിച്ചറിയുവാൻ ഇടയായി തീരണം. ഇവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന കടന്നു വരാം. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ കടന്നു വരാം. ചുറ്റുപാടും പ്രതികൂലമായ അവസ്ഥകളിൽ കടന്നു വരാം. ദൈവവേദനയെ നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. അനേക ചോദ്യങ്ങളുടെ മുമ്പില് നീ പതറിപ്പോകേണ്ട. നിന്റെ ദൈവം വിശ്വസ്തനാണ്. സകലത്തെ ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ, സകലത്തെ അടക്കുവാൻ കഴിവുള്ളവൻ, നിനക്കെതിരായിട്ട് ഉയർന്നു വരുന്ന അതേ ഓളങ്ങളെ തിരമാലകളെ ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ. ഒറ്റ വാക്കുകൊണ്ട് അവൻ പറയും, കാറ്റേ അടങ്ങുക, ശാന്തമാകുക. അപ്പൊ നമ്മുടെ വിശ്വാസമാണ് സമാധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പലപ്പോഴും നമുക്ക് വിശ്വാസം കുറവാണ്. വിശ്വാസികളെന്ന് നാം പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വി ആർ പ്രാക്ടിക്കൽ അഥീസ്റ്റ്. പ്രായോഗിക ജീവിതത്തിൽ നാം വിശ്വാസം എക്സസൈസ് ചെയ്യാറില്ല. പ്രായോഗിക ജീവിതത്തിൽ അത് നമ്മുടെ ഒരു പോരായ്മയാണ്. എവിടെയും ആദ്യം നമ്മുടെ വിശ്വാസം ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വലിയ വിടുതല് നമുക്ക് പ്രാപിക്കാൻ ഇടയായിത്തീരും. ഈ വിശ്വാസം പറയുമ്പോൾ ഒരു സഹോദരിയുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം ഇതിനെ എന്താണ് അവിടെ വിഷയം? എന്താ? എല്ലാ ഡോക്ടർമാരും കൈവിട്ടു. പണം ചിലവാക്കുന്ന മുഴുവൻ ചിലവാക്കി. ആലയത്തിൽ പോകാൻ കഴിയത്തില്ല. കുടുംബ ജീവിതം ശിഥിലമായി, ഡിവോഴ്സ് ആകും. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ അവസ്ഥയാണ് ഈ 12 വർഷം രക്തസ്രാവക്കാരിയായിരിക്കുന്ന സ്ത്രീയുടെ ജീവിതത്തിലെ അവസ്ഥ. അവളുടെ ജീവിതത്തിൽ അവൾ ഒതുങ്ങി ഒരു മൂലയ്ക്ക് അടുപ്പിച്ചു. ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി. അവൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ ശക്തി മുഴുവനും ജീവൻ മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു കാര്യം
യേശുവിനെ എനിക്ക് തൊടണം. യേശുവിനെ തൊടാൻ പറ്റുമെന്റെ തൊങ്ങലെങ്കിലും, വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും എനിക്ക് തൊടണം. ജീവിതത്തെ തീരുമാനം. വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ ക്രൗഡ്, ശിഷ്യന്മാരെ ചുറ്റും നിൽക്കുകയാണ്. ഇവരെ ഒന്നും മുട്ടാൻ പാടില്ല, തൊടുവാൻ പാടില്ല, അശുദ്ധമായി പോകും. യേശുവിനെ തൊടുവാൻ പാടില്ല, അശുദ്ധമായി പോകും. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ധൈര്യത്തോടെ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത് പോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശക്തി പുറപ്പെടുവാനിടയായി തീർന്നു. യേശുവിന്റെ ശക്തി പുറപ്പെട്ടവൾ സൗഖ്യമായി തീരുവാനിടയായി തീർന്നു. ജീവിതത്തിന്റെ തീരുമാനത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് ബൈബിളിനെ ഓർക്കനെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങളുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. ദൈവം നമ്മോട് സംസാരിക്കും, ദൈവത്തെ നമുക്ക് അറിയുവാൻ കഴിയും. ആ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതിൽ വിശ്വസിക്കുവാനും അതിൽ ആശ്രയിക്കുവാനും നമുക്ക് ഇടയായി തീരണം. ദൈവത്തിന്റെ സ്തോത്രം. അവിടെയാണ് ദൈവ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവളോടാണ് പറയുന്നത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ പറയുന്നു, സമാധാനത്തോടെ പോവുക. അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്താല് നമുക്ക് എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് ഒരു ഓവർകം ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിന് ക്രൈസിസ് സിറ്റുവേഷൻ. As you know, I have heart blocks, 8 blocks I have. Even today it may be there, I am not sure. I didn't go for any surgery or anything, but God spoke to me one day. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. കഴിഞ്ഞ 15 വർഷം ആ കൃപയിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ. കഴിഞ്ഞ സാറോട് പറഞ്ഞു, എന്റെ മാതാവ് ഈ കോബ്രയുടെ കടിയേറ്റ് ശരീരം മുഴുവനും നീല നിറമായി ഇരിക്കുന്ന അവസ്ഥ. മാതാവ്, എന്റെ പിതാവ് 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു, തലയിൽ കയറിച്ച് പ്രാർത്ഥിച്ചു. ഈ വിഷം ശരീരത്തിൽ കൂടി അങ്ങനെ വിയർപ്പായിട്ട് പോകാൻ വസ്ത്രമെല്ലാം കറുത്ത്, വെള്ള വസ്ത്രമെല്ലാം കറുത്ത് അത് വെളിപ്പെടുത്തി വിഷം മുഴുവനും ശരീരത്തിൽ ഇറങ്ങി. വിശ്വസിക്കാൻ കഴിയുമോ? പലപ്പോഴും നമുക്കത് എക്സസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കോൺടാക്ട് നമ്മൾ ഓടി അഭയം പ്രാപിക്കുന്ന ഇടങ്ങളുണ്ട്. തെറ്റല്ല, എന്നാല് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായി ഇന്ന് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ വിശ്വാസമൊക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ അതിന്റെ വിടുതലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയെ. ആ സമാധാനം എന്ന് പറയുന്നത് സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം. മാനുഷികമായി ചിന്തിച്ചാലും സമാധാനം കാണത്തില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് സമാധാനം. ഏത് വിഷയങ്ങൾ വന്നാലും ദൈവം ഉള്ളിൽ നൽകുന്ന ഒരു സമാധാനം. ദൈവത്തിന് സ്തോത്രം. ഈ വിവാഹ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചെറുക്കനും പെണ്ണും അവർ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഹൗ ഡു യു ഫീൽ? അപ്പോൾ എനിക്കൊരു നല്ല സമാധാനമുണ്ട്. ചിലർക്കൊരു കോൺഫ്ലിക്റ്റ് ഉള്ളവരുണ്ട്. സംതിങ് ഈസ് ഗോയിങ് ഓൺ. സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ, there is God's plan, there is God's purpose behind that. മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഇവിടെയും വിശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. പത്രോസ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് അവസാനം പറയുന്നത്, ക്രിസ്തുവിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് ആവശ്യമായിരിക്കണം, forgiving spirit, forgiveness. നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയണം. ക്ഷമിക്കുവാൻ കഴിയണം. വളരെ ബുദ്ധിമുട്ടാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം, മറ്റുള്ളവർ നമ്മോട് ക്ഷമിക്കണം. എന്നോട് ആദ്യം ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കുക എന്ന് പറയുന്നവരുണ്ട്. നീ എത്ര ക്ഷമ പറഞ്ഞാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. കർത്താവ് നമ്മോട് ക്ഷമിക്കണം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചെങ്കിൽ നമുക്ക് കർത്താവിന് സ്ഥലം നിൽക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവിന് സ്ഥലം നിൽക്കുന്നവർക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിലേ കർത്താവിന്റെ സ്ഥലം നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഫർഗീവ്നെസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എന്നിട്ട് അവർക്കും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഒരിക്കല്
ഒരു സഹോദരൻ തമ്മിൽ വഴക്കുണ്ടായി. അവര് 2 ഫാമിലി ഒരിടത്ത് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അടുക്കാൻ വലിയ ബുദ്ധിമുട്ടായി. അവസാനം 2 വീട്ടിലായി, 2 സഭയിലായി. പക്ഷെ ക്ഷമിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ആ സഭയിലെ ചാർജെടുത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ ഹോളി കമ്മ്യൂണിൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് ഒക്കെ ജീവിതത്തിൽ നിവർത്തിച്ചിട്ട് മാത്രമേ കമ്മ്യൂൺ എടുക്കാവൂ, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. ആ സഭയിൽ പറഞ്ഞു. പിന്നീട് ഒരാൾക്ക് അടി കിട്ടിയത് സംഭവം ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അടി കിട്ടുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അടുത്ത് വന്ന് പാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഒരു പരിഹരിച്ചിട്ട് വരാൻ പറഞ്ഞു. അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ പോയി നോക്കെ, ട്രൈ ചെയ്ത് നോക്കെ. ഒരു പ്രാവശ്യം പോയി ഡോറ് ക്ലോസ് ചെയ്തു, വലിച്ചടച്ചു കളഞ്ഞു. പിന്നെ 3 ദിവസം ഉപവാസം എടുത്ത് പോയി. അടുത്ത കമ്മ്യൂണിൽ വരുന്നതിന് മുമ്പ് ഡോറ് വലിച്ചടക്കണം. 3ാമത് പിന്നെ പോകാൻ പറഞ്ഞു. പോയി ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഡോറ് തുറന്നു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് കർത്താവിന്റെ മേശയെടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, മറു സൈഡ് വലിയ പ്രശ്നത്തിലായി, വലിയ നഷ്ടങ്ങളായി, രോഗങ്ങളായി, മുമ്പോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ ഏതോ ഒരു ദേവദാസി എന്ന് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, അത് പോയി സഹോദരിയോട് പോയി നിരപ്പായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെടും. See the impact of unforgiving spirit. നമുക്ക് ജീവിതത്തിൽ പല നന്മകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഈ അൺഫർഗിവിംഗ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശയിൽ പങ്കാളികളായി തീരുന്നവര് അത് ഒരു ഫർഗിവിംഗ് സ്പിരിറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസ് വളരെ നന്നായിട്ട് അറിയാം. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞാണ്, ഇല്ലേ? കർത്താവിനെ തള്ളി പറഞ്ഞാണ്. കർത്താവിനെ എല്ലാം വിട്ട് അനുഗമിച്ചതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അകലം വിട്ട് അനുഗമിക്കാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അറിയുന്നേ ഇല്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും ഭ്രാഗുവാനും തുടങ്ങി. പക്ഷെ കർത്താവ് ക്ഷമിച്ചു. ദുഃഖത്തോടെ പോയെങ്കിലും, പത്രോസ് ദുഃഖത്തോടെ പോയെങ്കിലും കർത്താവ് പത്രോസിനോട് ക്ഷമിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മറിയോട് പറഞ്ഞു വിടുന്നുണ്ട്, നീ പത്രോസിനോട് പോയി പറയണമെന്ന് പറഞ്ഞു. അവിടെ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. പത്രോസേ, ഞാൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. നിന്റെ മേലൊരു വലിയ വാഗ്ദത്തം കിടപ്പുണ്ട്, അതുകൊണ്ട് നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. ഒരിക്കൽ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് അനുവാദം ചോദിച്ചതാണ്. ഞാൻ അനുവാദം കൊടുക്കാതിരുന്നതാണ്. അന്ന് നീ പ്രാർത്ഥിക്കാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ പ്രാർത്ഥിച്ചില്ല. അന്ന് നീ ഹല്ലേലൂയ അത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നീ പ്രാർത്ഥിച്ചില്ല. നിന്നെ പാറ്റിക്കളയേണ്ട സ്ഥാനത്ത് ഞാൻ അത് മധ്യസ്ഥ അടച്ച് നിന്നെ പിന്നെ നിർത്തിയതാണ്. പിന്നെ തെറ്റിപ്പോയി എങ്കിലും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. യു ഹാവ് എ ഫ്യൂച്ചർ. Hallelujah, I have forgiven you. I have not forsaken you. അത് ആ ഒരു മെസ്സേജ് ആണ് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പത്രോസിനെ റിസ്റ്റോർ ചെയ്യുന്ന കാണുവാനായിട്ട് കഴിയും. പിന്നെ വേദനിച്ചിരിക്കുന്ന പത്രോസിന്റെ അടുത്തേക്കാണ് എവിടേക്ക് പോയത്? ഹല്ലേലൂയ, ഗെനസറത്ത് തടാകത്തിന്റെ അവിടേക്ക് പോയതും ദൈവത്തിന് സ്തോത്രം. അത് നീ ഇതിനൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നെന്ന് ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. പാപത്തിന്റെ പരിഹാരം ഉണ്ടാകണം. കുറ്റബോധം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല. കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും അത് ബാധിക്കാനിടയായിത്തീരും. കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടും. There will not be any self-confidence or self-esteem will be affected by the guilt feelings. അത് നമ്മളെ ബാധിക്കും. അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കും. അത് നമ്മുടെ പ്രൊഫഷനെ ബാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുവാനിടയായി തീരും. ഇവിടെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ, നമുക്കൊരു ഫർഗിവിംഗ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊരു സഹോദരിയുടെ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ പറയും. ഇവിടെയാണ് ശീമോന്റെ വീട്ടിലെ തൈലം പൂശാൻ ചെന്ന പാപിനിയായ സ്ത്രീയോടാണ് കർത്താവ് പറയുന്നത്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ. അപ്പൊ പാപം നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നെങ്കിൽ, കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല, ഉറക്കം ഉണ്ടാകത്തില്ല, നിദ്ര ഉണ്ടാകത്തില്ല. ഇങ്ങനെ പല നിലകളിൽ നമ്മുടെ ജീവിതത്തെ അഫക്ട് ചെയ്യാനായിട്ട് ഇടയായി തീരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രാഗൽഭ്യത്തോടെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. ഇത് വൺസ് ഇൻ എ വൈൽ ചെയ്യുന്ന വിഷയമല്ല.
Daily we have to come to the throne of grace, come to the cross and surrender our life. നമ്മുടെ ജീവിതത്തിന്റെ പാപക്കറകളെ കഴുകി കളഞ്ഞ് ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചു പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരണം. അപ്പോഴാണ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. ഒരു ഫർഗിവിംഗ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. അറിയാം, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി ഹെരോദാവ് കാരാഗ്രഹത്തില്. പത്രോസ് ആ കാരാഗ്രഹത്തിൽ അടുത്ത ദിവസം തന്നെ കഴുത്തിറക്കുകയാണ്. പത്രോസ് അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ട് പടയാളികളെ നടുക്കിടന്ന് സമാധാനത്തോടെ ഉറങ്ങുകയാണ്. സമാധാനത്തോടെ ഉറങ്ങിയാണ്. പത്രോസിന് കാര്യം അറിയാം, എന്നോട് കർത്താവ് പറഞ്ഞുകൊണ്ട് നീ വൃദ്ധനാകുമെന്നും നിന്നെ പിടിച്ചോണ്ട് പോകുന്ന സമയം വരുമെന്നും ഒക്കെ എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയാകുന്നവരെ ജീവൻ എടുക്കുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന പത്രോസാണ് പടയാളികളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വന്നാലും, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നാലും, ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് സ്തോത്രം, അവന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെടും. അത് നിവർത്തിയാകുന്നവരെയും ഒരു ശക്തിക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. നിന്നെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുന്ന ദൈവം, നിന്നെ ഉയർത്തേണ്ട സ്ഥാനത്ത് ഉയർത്തുന്ന ദൈവം, നിന്നെ മാനിക്കേണ്ട സ്ഥാനത്ത് മാനിക്കുന്ന ദൈവം, അത് നിന്റെ ജീവിതത്തെ നിവർത്തിച്ച് മാത്രമേ നിന്റെ ജീവനോടെ നീ കൊണ്ടുപോകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇവിടെയാണ് ഒരു ഫർഗിവിംഗ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എല്ലാവരോടും സമാധാനമായി ധരിച്ച് ശ്രദ്ധയോടെ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനകത്തെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഭയം കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത് സമാധാനം. ഭയം കൂടാതെ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ഭയത്തോടെ ശിഷ്യന്മാരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന റൂമുണ്ട്. കർത്താവ് അതിലേക്ക് ഉയർത്തുന്നതിന് ശേഷം കർത്താവ് അവിടേക്ക് കടന്നു ചെന്ന് ആദ്യം പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിൽ എപ്പോഴാണ് അവർ പിടിക്കപ്പെടുന്നത്, എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഏത് സമയത്ത് യഹൂദന്മാർ അവരെ വന്ന് അറ്റാക്ക് ചെയ്യുക, ഏത് സമയത്ത് റോമൻ ഗവൺമെന്റ് പട്ടാളക്കാർ വന്ന് തന്നെ തങ്ങളെ അറ്റാക്ക് ചെയ്യാം. വളരെ ഭയത്തോടെ അടച്ചിരിക്കുന്ന മുറിക്കകത്തിരിക്കുമ്പോഴാണ് കടന്നു വന്നിട്ട് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭയത്തോടെ നാം പോകേണ്ട കാര്യം, കർത്താവ് അവരെ എംപവർ ചെയ്യുന്ന കാണുവാൻ കഴിയും, അതോറിറ്റി കൊടുക്കുന്ന കാണുവാൻ കഴിയും, അവരെ അനോയിന്റ് ചെയ്യുന്ന കാണുവാൻ കഴിയും, അതോറിറ്റിയോടെ അവരെ ഐക്യത കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സമാധാനത്തിന്റെ ദൈവം പിശാചിനേക്കാൾ കീഴാക്കി തരുക. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം, എന്തിനാ ഭയപ്പെടുന്നു? നാം ഭയം കൂടാതെ മുൻപോട്ട് പോകാൻ നമുക്കിടയായിരുന്നു. എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുവാൻ. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എപ്പോഴും നമ്മൾ ഒരുപാടാണ്. എന്റെ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ കർത്താവാണ് എന്റെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് ഭയം കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത്. അവിടെയാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നത്. വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവം സാത്താനെ കാൽക്കീഴെ ചതച്ച് കളയുന്നു. പലപ്പോഴും പിശാച് നമുക്കെതിരായി പോരാടാറുണ്ട്. പിശാച് നമുക്കെതിരായി, മനുഷ്യനെ ഉപയോഗിച്ച് നമുക്കെതിരായി പോരാടാറുണ്ട്. എന്റെ എല്ലാ മധ്യത്തിൽ ദൈവം നമ്മെ ഉയർത്തുകയും മാറുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നവരെയും വ്യാപരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ദൈവത്തിന്റെ സ്തോത്രം. ശക്തിയുടെയും അത് സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. നമ്മൾ ഭയപ്പെട്ട ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. ദൈവ ആത്മാവിനെ അറിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട്, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നവരാകട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് സമാധാനത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മെല്ലാവരും സമാധാനം അനുഭവിക്കുന്നവരായി തീരണം. അവരുടെ വിശ്വാസം നമ്മൾ എക്സസൈസ് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായി തീരണം. എല്ലാവരോടും അതേ സമാധാനമായിരിക്കുന്നവരായിരിക്കണം. ഒരു ഫർഗിവിംഗ് സ്പിരിറ്റ്,
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് മറ്റു പലതിനെയൊക്കെ ഭയപ്പെടുന്നവരാണ്. എന്നാലും ദൈവത്തെ ഭയപ്പെടണം. ദൈവം സകലം നിവർത്തിക്കുവാൻ കഴിയുള്ള ദൈവം. ആ ദൈവത്തിന്റെ സന്നിധാനത്തില് ആ ഒരു ഫിലൽ ഫിയർ, ദൈവത്തിന്റെ സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർണാടകത്തിലെ പ്രവർത്തനത്തിന് വലിയ ഉത്തേജനമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കർണാടകത്തിൽ ഏതാണ്ട് 1000-ൽ അധികം പാസ്റ്റേഴ്സും അത്രയും തന്നെ ചർച്ചസും ഉണ്ട്. വലിയ വിശാലത ഈ ദിവസം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പല ഓപ്പണിങ്സ് ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പല ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വലിയ മഹത്വത്തോടെ അനേകം ദിവസങ്ങളിൽ കടന്നു വന്ന് സ്നാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ അതിനുവേണ്ടിയാണ് ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രാർത്ഥനയുള്ള ദൈവവേലയ്ക്ക് ചുമ കൊടുക്കാനായിട്ട് നമുക്കിടയായി തീരും. അതിനായിട്ട്